അനുനാക്കി 30-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ മുൻപ് കണ്ട മെൻ ഇൻ ബ്ലാക്ക് എന്ന സംഭവ പരമ്പരയുടെ തുടർച്ചയാണ് ഈ വീഡിയോ. പരമ്പര കാണാത്തവർ താഴെ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി കയറി മുഴുവൻ കാണുക. കഴിഞ്ഞ വീഡിയോയിൽ മെൻ ഇൻ ബ്ലാക്കുമായിട്ട് ബന്ധപ്പെട്ട 2 കഥകളാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ പോകുന്നത് 3-ാമത്തെ കഥയിലേക്കാണ്. ഒഹായോയിലെ റിച്ചാർഡ്സൺ എൻകൗണ്ടർ കേസ്. UFO ചരിത്രത്തിലും മെൻ ഇൻ ബ്ലാക്ക് എൻകൗണ്ടർ കേസുകളിലും അതീവ നിഗൂഢമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സംഭവമാണ് 1967 ഒഹായോ റിച്ചാർഡ്സൺ എൻകൗണ്ടർ. ഇതിനെ ദി റോബർട്ട് റിച്ചാർഡ്സൺ ആൻഡ് MIB കേസ് എന്നും വിളിക്കാറുണ്ട്. 1967 ജൂലൈ മാസം രാത്രി സമയം ഏകദേശം പുലർച്ചെ 1 മണിയായിട്ടുണ്ട്. ഒഹായോയിലെ ടോൾഡോ എന്ന പ്രദേശത്തുകൂടി റോബർട്ട് റിച്ചാർഡ്സൺ തന്റെ കാറും ഓടിച്ചു പോവുകയായിരുന്നു. വിജനമായ ഒരു ഗ്രാമീണ റോഡ് വഴിയാണ് അയാൾ ഇപ്പോൾ പോകുന്നത്. പെട്ടെന്ന് ഒരു വളവ് തിരിഞ്ഞതും റിച്ചാർഡ്സന്റെ കാറിന് മുന്നിലേക്ക് ആകാശത്തു നിന്നും ഭീമാകാരമായ ഒരു രൂപം വന്ന് പതിച്ചു. വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തുവെങ്കിലും കാറിന്റെ വേഗത കാരണം വണ്ടി ആ അജ്ഞാത വസ്തുവിൽ അതിശക്തമായിട്ട് ഇടിച്ചു. ഒരു വലിയ മെറ്റൽ തകിടിൽ ഇടിച്ചതുപോലെ ഭയങ്കരമായ ശബ്ദമാണ് അപ്പോഴുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ റിച്ചാർഡ്സന്റെ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായിട്ടും തകരുകയും വിൻഷീൽഡ് പൊട്ടുകയും ചെയ്തു. ബോധക്ഷയം വരാതെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട റിച്ചാർഡ്സൺ ഭയത്തോടെ കാറിൽ നിന്നും പുറത്തിറങ്ങി. എന്നിട്ട് ചുറ്റും നോക്കി. തന്റെ കാറിന് മുന്നിൽ വന്നു വീണ ഭീമാകാരമായ വസ്തുവിനെയും തിരഞ്ഞ് അദ്ദേഹം ടോർച്ചുമെടുത്ത് ചുറ്റിനും നടന്നു. എന്നാൽ അതിശയമെന്ന് പറയാം, അവിടെ ഒരു ജീവിയെയോ അതുപോലെ വാഹനത്തെയോ കണ്ടെത്തുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത്രയും വലിയ ഒരു ഇടി നടന്നിട്ടും അവിടെ മറ്റ് യാതൊരു വാഹനത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടില്ല. പക്ഷേ തകർന്ന കാറിന്റെ മുൻഭാഗം പരിശോധിച്ചപ്പോൾ ബമ്പറിലും ടയറിന് സമീപത്തുമായിട്ട് ചെറിയൊരു ലോഹ കഷ്ണം കുടുങ്ങിക്കിടക്കുന്നത് അദ്ദേഹം കണ്ടു. സാധാരണ കാറുകളിൽ ഉപയോഗിക്കുന്ന ഇരുമ്പോ അലുമിനിയമോ ആയിരുന്നില്ല അത്. വിചിത്രമായ തിളക്കമുള്ളൊരു ലോഹമായിരുന്നു അത്. റിച്ചാർഡ്സൺ ആ ലോഹ കഷ്ണം എടുത്ത് പോക്കറ്റിലിട്ടു. പിന്നെ വളരെ പ്രയാസപ്പെട്ട് വണ്ടി ഓടിച്ച് വീട്ടിലെത്തി. താൻ കണ്ട വിചിത്രമായ കാഴ്ചയെക്കുറിച്ച് റിച്ചാർഡ്സൺ ആരോടും പറഞ്ഞില്ല. എന്നാൽ ഈ അപകടം നടന്ന കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം ചില രേഖകളിൽ 3 ദിവസത്തിന് ശേഷമെന്ന് കാണാം. അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കൽ കറുത്ത നിറമുള്ള ഒരു ആഡംബര കാർ വന്നു. അതിൽ നിന്നും കറുത്ത സ്യൂട്ടും സൺഗ്ലാസും ധരിച്ച് 2 മനുഷ്യർ പുറത്തിറങ്ങി. അവർ യാതൊരു അനുവാദവും കൂടാതെ റിച്ചാർഡ്സന്റെ വീട്ടിലേക്ക് കയറി വന്നു. അവരുടെ മുഖം പേപ്പർ പോലെ വിളറിയതായിരുന്നു. വളരെ ഔപചാരികമായ വികാരമില്ലാത്ത ശബ്ദത്തിൽ അവർ റിച്ചാർഡ്സനോട് ഇങ്ങനെ പറഞ്ഞു: "ഞങ്ങൾ ഗവൺമെന്റ് അയച്ച പ്രത്യേക പ്രതിനിധികളാണ്." അവർ റിച്ചാർഡ്സനോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമായിരുന്നു: നിന്റെ കാറിന്റെ ബമ്പറിൽ നിന്നും നിനക്ക് കിട്ടിയ ആ ലോഹ കഷ്ണം അത് ഞങ്ങൾക്ക് കൈമാറണം. അത് നിന്റെ കൈവശം ഇരിക്കുന്നത് അപകടമാണ്. റിച്ചാർഡ്സൺ ഭയന്നുപോയി. താൻ അങ്ങനെ ഒരു ലോഹ കഷ്ണം എടുത്ത കാര്യം തന്റെ ഭാര്യയോട് പോലും അയാൾ പറഞ്ഞിരുന്നില്ല. എന്നിട്ടും ഇവർ ഇതെങ്ങനെ അറിഞ്ഞു? ആ ലോഹ കഷ്ണം താൻ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി ഒരു ലാബിലേക്ക് അയച്ചിരിക്കുകയാണെന്ന് അയാൾ അവരോട് കള്ളം പറഞ്ഞു. ആ സമയത്തും ലോഹ കഷ്ണം അയാളുടെ കൈവശം ഉണ്ടായിരുന്നു. റിച്ചാർഡ്സന്റെ മറുപടി കേട്ടതും ആ നിഗൂഢ മനുഷ്യരുടെ ഭാവം മാറി. അവരയാളുടെ കണ്ണുകളിലേക്ക് നോക്കി വളരെ ഗൗരവത്തിൽ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു: "നീ അത് തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ വണ്ടിക്ക് സംഭവിച്ചതുപോലെ മറ്റൊരു അപകടം നിന്റെ ജീവിതത്തിലും നടക്കും. നിന്റെ കുടുംബം ഇല്ലാതെയാവും." അത്രയും പറഞ്ഞിട്ട് അവർ തിരികെ കാറിലേക്ക് നടന്നു. പോകുന്ന വഴിയിൽ അവർ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന റിച്ചാർഡ്സന്റെ തകർന്ന കാറിലേക്കൊന്നും നോക്കി. സാക്ഷികൾ പിന്നീട് വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്: മെൻ ഇൻ ബ്ലാക്ക് കാറിന്റെ സമീപത്തു കൂടി പോയപ്പോൾ യാതൊരു ആയുധങ്ങളും ഉപയോഗിക്കാതെ കാറിന്റെ അവശേഷിച്ച ഭാഗങ്ങൾ കൂടി തനിയെ തകരുകയും കേബിളുകൾ പൊട്ടുകയും ചെയ്തു. പിന്നെ അവർ തങ്ങളുടെ കറുത്ത കാറിൽ കയറി അതിവേഗം അപ്രത്യക്ഷമായി. ഈ സംഭവത്തിന് ശേഷം ഭയന്നുപോയ റിച്ചാർഡ്സൺ പ്രശസ്ത UFO ഗവേഷണ സംഘടനയായ APRO എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഏരിയൽ ഫിനോമിന റിസർച്ച് ഓർഗനൈസേഷനെ ബന്ധപ്പെടുകയും ആ ലോഹ കഷ്ണം അവർക്ക് കൈമാറുകയും ചെയ്തു. അവിടെ നടത്തിയ ലാബ് പരിശോധനയിൽ ആ ലോഹത്തിൽ ഭൂമിയിൽ അപൂർവമായിട്ട് മാത്രം കാണപ്പെടുന്ന മൂലകങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തി. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതോടെ FBI ഈ കേസിൽ ഇടപെട്ടു. അവർ റിച്ചാർഡ്സനെ ചോദ്യം ചെയ്യുകയും ഇങ്ങനൊരു സംഭവം നടന്നിട്ടേയില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുവാനായിട്ട് നിർബന്ധിക്കുകയും ചെയ്തു. FBIയുടെ വാദം ഇങ്ങനെയായിരുന്നു: റിച്ചാർഡ്സൺ രാത്രിയിൽ ഉറക്കം തൂങ്ങി വണ്ടി ഓടിച്ചപ്പോൾ ഏതോ ഒരു വലിയ മൃഗത്തെയോ അല്ലെങ്കിൽ മരത്തെയോ ഇടിച്ചതാണ്. ഭയം മൂലമുണ്ടായ മാനസിക വിഭ്രാന്തി കാരണമാണ് ഇല്ലാത്ത ആളുകളെ ഭാവനയെ കണ്ടത്. ഇങ്ങനെയാണ് സർക്കാർ റിപ്പോർട്ട് എഴുതിയത്. എന്നാൽ UFO വാദികൾ ചോദിക്കുന്നത് ഇതാണ്: റിച്ചാർഡ്സൺ ഇതേക്കുറിച്ച് ആരോടും പറയാതിരുന്നിട്ടും അർദ്ധരാത്രിയിൽ റോഡിൽ വെച്ച് അദ്ദേഹം ഒരു അന്യഗ്രഹ വാഹനത്തെയാണ് ഇടിച്ചതെന്നും അതിൽ നിന്നും ഒരു ലോഹ കഷ്ണം എടുത്തുവെന്നും കറുത്ത കോട്ടിട്ട് ഈ മനുഷ്യർ കൃത്യമായിട്ട് എങ്ങനെ അറിഞ്ഞു? ഈ ചോദ്യത്തിന് മുൻപിൽ ഇന്നും ഗവൺമെന്റ് രേഖകൾ മൗനം പാലിക്കുന്നു. മെൻ ഇൻ ബ്ലാക്ക് ചരിത്രത്തിൽ സാക്ഷിയുടെ കാർ ഇവർ തല്ലി തകർത്തു എന്ന് രേഖപ്പെടുത്തിയ കേസ് കൂടിയാണ് ഒഹായോ റിച്ചാർഡ്സൺ എൻകൗണ്ടർ കേസ്. റിച്ചാർഡ്സൺ കേസിനെ കുറിച്ച് UFO ഗവേഷകർ നടത്തിയ ആഴത്തിലുള്ള അന്വേഷണങ്ങളിൽ സാധാരണക്കാർക്ക് അറിയാത്ത ഒട്ടനവധി ഞെട്ടിക്കുന്ന വിവരങ്ങൾ പിൽക്കാലത്ത് പുറത്തു വരികയുണ്ടായി. റിച്ചാർഡ്സൺ UFO ഗവേഷണ സംഘടനയായ APROയ്ക്ക് കൈമാറിയ വിചിത്ര ലോഹ കഷ്ണം അക്കാലത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചില ലബോറട്ടറികളിൽ അതീവ രഹസ്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഈ പരിശോധനകളിൽ ആ ലോഹത്തിൽ ക്രോമിയവും മഗ്നീഷ്യവും കലർന്ന ഒരു പ്രത്യേകതരം അലോയ് അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. ഭൂമിയിൽ സാധാരണയായിട്ട് ക്രോമിയവും മഗ്നീഷ്യവും ഒരുമിച്ച് ചേർത്ത് ശക്തമായിട്ടുള്ള ലോഹങ്ങൾ നിർമ്മിക്കാറില്ല. കാരണം ഭൗതികശാസ്ത്ര നിയമപ്രകാരം അവ പെട്ടെന്ന് വേർപെട്ടു പോകും.
എന്നാൽ റിച്ചാർഡ്സന്റെ കാറിൽ നിന്നും കിട്ടിയ ലോഹത്തിൽ ഈ രണ്ട് മൂലകങ്ങളും തന്മാത്രാ തലത്തിൽ, അതായത് മോളിക്കുലാർ ലെവലിൽ അത്രമേൽ കൃത്യതയോടെ കൂട്ടിയിണക്കിയിരുന്നു. ഇത് ഭൂമിയിലെ ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കുവാനായിട്ട് സാധിക്കാത്ത ഒന്നാണെന്ന് ലാബ് സയന്റിസ്റ്റുകൾ സാക്ഷ്യപ്പെടുത്തി. റിച്ചാർഡ്സന്റെ വീട്ടിൽ വന്ന കറുത്ത കാറിനെ കുറിച്ച് അയൽവാസികളിൽ ചിലർ നൽകിയ വിവരങ്ങൾ FBI തങ്ങളുടെ ഫയലുകളിൽ ഉൾപ്പെടുത്തിയില്ല. സാധാരണയായിട്ട് കാറുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ ഓടുമ്പോഴോ ഉണ്ടാകുന്ന എഞ്ചിൻ ശബ്ദം ആ കാറിനില്ലായിരുന്നു. അത് പൂർണ്ണമായും നിശബ്ദമായ ഒരു ഇലക്ട്രിക് വാഹനം പോലെയാണ് ഓടിയത്. ഓർക്കുക, ഇത് നടക്കുന്നത് 1967-ലാണ്. അന്ന് ഇന്നുള്ളതുപോലെ ഇലക്ട്രിക് കാറുകൾ പ്രചാരത്തിലില്ല. അതുപോലെ ആ കാറിന്റെ ജനൽ ഗ്ലാസുകൾ അമിതമായിട്ട് കറുപ്പിച്ചിരുന്നു. ഉള്ളിലിരിക്കുന്ന ആളുകളെ പുറത്തുനിന്നും കാണുവാനായിട്ട് കഴിയില്ലായിരുന്നു. അയൽവാസികളിൽ ഒരാൾ ആ കാറിന്റെ ലൈസൻസ് പ്ലേറ്റ് നമ്പർ കുറിച്ചെടുത്തിരുന്നു. എന്നാൽ പിൽക്കാലത്ത് FBIയുടെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു നമ്പർ ഒഹായോ മോട്ടോർ വാഹന വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തി. ആദ്യത്തെ ഭീഷണിക്ക് ശേഷവും റിച്ചാർഡ്സൺ ലോഹകഷ്ണം നൽകുവാനായിട്ട് വിസമ്മതിച്ചതോടെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു മെൻ ഇൻ ബ്ലാക്ക് അദ്ദേഹത്തെ തേടിയെത്തി. ഇത്തവണ വന്നത് ഒരാൾ മാത്രമായിരുന്നു. അയാൾ റിച്ചാർഡ്സനോട് സംസാരിച്ച രീതി വളരെ കർക്കശമായിരുന്നു. അയാൾ ചോദിച്ച ചോദ്യങ്ങൾ ഇതൊക്കെയാണ്: നിനക്ക് ആ ലോഹകഷ്ണം തിരികെ തരുവാനായിട്ട് താല്പര്യമില്ലെങ്കിൽ വേണ്ട, പക്ഷേ നീ അത് പരിശോധനയ്ക്കായിട്ട് കൊടുത്ത ആ ശാസ്ത്രജ്ഞരുടെ പേരുകൾ അത് ഞങ്ങൾക്ക് വേണം. അവരത് എവിടെയാണ് സൂക്ഷിച്ചത് എന്നും അറിയണം. റിച്ചാർഡ്സൺ ആ പേരുകൾ നൽകുവാനായിട്ട് വിസമ്മതിച്ചപ്പോൾ ആ നിഗൂഢ മനുഷ്യൻ വിചിത്രമായിട്ടുള്ള രീതിയിൽ ശ്വാസം എടുക്കുവാൻ തുടങ്ങി. ആ മനുഷ്യന്റെ മുഖത്തെ വലിച്ചു കെട്ടിയ ചർമ്മം വിയർക്കുവാനും അതുപോലെ വിളറുവാനും തുടങ്ങി. ഊർജം നഷ്ടപ്പെടുന്ന ഒരു യന്ത്രത്തെ പോലെ അയാൾ പെട്ടെന്ന് സംഭാഷണം അവസാനിപ്പിച്ചു. ശേഷം തന്റെ കാറിലേക്ക് മടങ്ങി. ഈ വിഷയത്തിൽ UFO വാദികൾ ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ ഇതാണ്. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുവാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുമില്ല. ഒന്നാമത്തെ ചോദ്യം: റിച്ചാർഡ്സന്റെ കാറിന്റെ മുൻഭാഗം തകർന്നത് ഒരു മൃഗത്തെ ഇടിച്ചതുകൊണ്ടാണെങ്കിൽ ബമ്പറിൽ നിന്നും കണ്ടെടുത്ത അത്യപൂർവ ക്രോമിയം മഗ്നീഷ്യം കലർന്ന ലോഹം അത് എവിടെ നിന്നും വന്നു? ഒരു മൃഗത്തിന്റെ ശരീരത്തിൽ ലോഹം ഉണ്ടാകില്ല. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? രണ്ടാമത്തെ ചോദ്യം: ഈ വിവരം ചോർന്നത് എങ്ങനെയാണ്? റിച്ചാർഡ്സൺ അപകട വിവരം ആരോടും പറഞ്ഞിരുന്നില്ല. പോലീസിൽ പോലും കേസ് കൊടുത്തിട്ടുമില്ല. എന്നിട്ടും ഈ കറുത്ത കോട്ടിട്ട മനുഷ്യർ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വീടും കണ്ടുപിടിച്ച് എത്തിയത് എങ്ങനെയാണ്? മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ശാസ്ത്രജ്ഞർക്ക് നേരെയുള്ള ഭീഷണി. റിച്ചാർഡ്സണിൽ നിന്ന് ലോഹം വാങ്ങി പരിശോധിച്ച APRO സംഘടനയിലെ 2 സയന്റിസ്റ്റുകൾക്ക് പിൽക്കാലത്ത് അജ്ഞാത ഫോൺ കോളുകൾ വരികയും ആ ലോഹം നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ അവരുടെ റിസർച്ച് ലാബുകൾക്ക് തീയിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇത് വെറും ഒരു കള്ളക്കഥയാണെങ്കിൽ അതിന് പിന്നാലെ ആരെങ്കിലും പോകുമോ? സയന്റിസ്റ്റുകളെ ഭീഷണിപ്പെടുത്തുമോ? പ്രപഞ്ചത്തിൽ മനുഷ്യൻ്റേതല്ലാത്ത മറ്റ് സാങ്കേതിക വിദ്യകൾ നിലനിൽക്കുന്നുണ്ട് എന്നതിന് വളരെ വ്യക്തമായ ഫിസിക്കൽ എവിഡൻസ് ലഭിച്ചൊരു സംഭവമായിരുന്നു ഇത്. എന്നാൽ ആ തെളിവ് പുറം ലോകം അറിഞ്ഞാൽ വൻകിട ലോഹ വ്യവസായങ്ങളും അതുപോലെ ആഗോള ശാസ്ത്ര വ്യവസ്ഥിതിയും തകിടം മറിയുമെന്ന് ഭയന്നാണ് ഭരണകൂടം തങ്ങളുടെ മെൻ ഇൻ ബ്ലാക്ക് ഏജന്റുകളെ വിട്ട് ആ തെളിവുകൾ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിച്ചത്. റിച്ചാർഡ്സൺ സംഭവത്തിന് ശേഷം അന്യഗ്രഹ ജീവികളെക്കുറിച്ചും പറക്കും തളികളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് വ്യാപിക്കുന്നത് തടയുവാൻ അമേരിക്കൻ ഗവൺമെന്റും മിലിറ്ററിയും അതീവ കർശനമായിട്ടുള്ള ചില നിയമങ്ങളും അതുപോലെ രഹസ്യ പദ്ധതികളും നടപ്പിലാക്കി. ഒരു ജനാധിപത്യ രാജ്യത്ത് സാക്ഷികളുടെയും പൗരന്മാരുടെയും വായടപ്പിക്കുവാനായിട്ട് ഭരണകൂടം നിയമത്തെ എങ്ങനെയാണ് ആയുധമാക്കിയത് എന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇനി പറയുന്നതാണ്. ജാഫ്രിഡ് ചട്ടം അഥവാ AFR 2002, അതുമല്ലെങ്കിൽ എയർഫോഴ്സ് റെഗുലേഷൻ 2002 1950കളുടെ മധ്യത്തിൽ വ്യോമസേനയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കുകയും ഒഹായോ സംഭവത്തിന് ശേഷം കൂടുതൽ കർശനമാക്കുകയും ചെയ്തൊരു സൈനിക നിയമമാണിത്. ഈ നിയമപ്രകാരം അമേരിക്കൻ മിലിറ്ററിയിലോ അതുപോലെ വ്യോമസേനയിലോ ഉള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ അതുപോലെ പൈലറ്റോ ആകാശത്ത് എന്തെങ്കിലും വിചിത്രമായിട്ടുള്ള വസ്തുക്കൾ കണ്ടാൽ അത് പത്രങ്ങൾക്കോ അതുപോലെ മറ്റു മാധ്യമങ്ങൾക്കോ കൈമാറുവാനായിട്ട് പാടുള്ളതല്ല. അങ്ങനെ ചെയ്താൽ അത് ദേശീയ സുരക്ഷാ നിയമലംഘനമായിട്ട് കണക്കാക്കും. ഈ നിയമം ലംഘിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് 10 വർഷം വരെ കഠിന തടവും അതുപോലെ $10,000 പിഴയും ശിക്ഷയായിട്ട് കിട്ടും. ഇതുവഴി സൈന്യത്തിന്റെ ഉള്ളിൽ നിന്നും വിവരങ്ങൾ പുറത്തു പോകുന്നത് അവർക്ക് പൂർണ്ണമായിട്ടും തടയുവാനായിട്ട് കഴിഞ്ഞു. സൈനികരെ മാത്രമല്ല, റിച്ചാർഡ്സനെ പോലെയുള്ള സാധാരണ പൗരന്മാരെ ഭയപ്പെടുത്തുവാനും ഗവൺമെന്റ് ചില നിയമവഴികൾ കണ്ടെത്തി. അതിലൊന്നാണ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി ആക്ട് എന്ന നിയമം. UFO കണ്ട ഒരു ദൃക്സാക്ഷിയെ മിലിറ്ററി ഇന്റലിജൻസിന് ചോദ്യം ചെയ്യുവാനായിട്ട് കസ്റ്റഡിയിലെടുക്കാം. ചോദ്യം ചെയ്യലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സാക്ഷി മറ്റാരോടെങ്കിലും പങ്കുവച്ചാൽ അവരെ വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കുവാൻ ഈ കറുത്ത നിയമങ്ങൾ മൂലം സർക്കാരിന് കഴിയും. ഒഹായോ സംഭവത്തിന് ശേഷം റിച്ചാർഡ്സൺ കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാത്തതിന്റെ പ്രധാന കാരണം ഈ നിയമമായിരുന്നു. 1953 CIA രൂപീകരിച്ച റോബർട്ട്സൺ പാനൽ എന്ന സീക്രട്ട് സയന്റിസ്റ്റ് ടീം ഗവൺമെന്റിന് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഒഹായോ സംഭവത്തിന് ശേഷമാണ് ഇത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയത്. അവരുടെ തന്ത്രം ഇതായിരുന്നു: UFO കാണുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഒപ്പം അവരെ പൊതുസമൂഹത്തിന് മുൻപിൽ പരിഹാസ്യരാക്കുക. സൈക്കോളജിക്കൽ വാർഫെയർ. ആരെങ്കിലും പറക്കും തളിക കണ്ടുവെന്ന് പറഞ്ഞാൽ അവർക്ക് ഭ്രാന്താണെന്നോ അല്ലെങ്കിൽ അവ ശ്രദ്ധ പിടിച്ചു പറ്റുവാനായിട്ട് കള്ളം പറയുന്നതാണെന്നോ തുടങ്ങിയ വാർത്തകൾ സർക്കാർ അനുകൂല പത്രങ്ങളിലൂടെയും അതുപോലെ സയന്റിസ്റ്റുകളിലൂടെയും പ്രചരിപ്പിക്കുക.
ജനങ്ങൾ സാക്ഷികളെ കളിയാക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ മാനക്കേട് ഭയന്നു തങ്ങൾ കണ്ട യഥാർത്ഥ കാഴ്ചകൾ മറച്ചു വയ്ക്കുവാനായിട്ട് അവർ നിർബന്ധിതരാവും. ഈ സൈക്കോളജി അമേരിക്കൻ സർക്കാർ വളരെ വിജയകരമായിട്ട് ഉപയോഗിച്ചു. അമേരിക്കൻ വ്യോമസേന ഔദ്യോഗികമായിട്ട് UFOകളെ കുറിച്ച് പഠിക്കുവാനായിട്ട് രൂപീകരിച്ച പദ്ധതിയായിരുന്നു പ്രോജക്റ്റ് ബ്ലൂ ബുക്ക്. ജനങ്ങൾക്ക് മുൻപിൽ ഇവർ വലിയ അന്വേഷണം നടത്തുന്നതായിട്ട് അഭിനയിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ UFO ദൃശ്യങ്ങൾക്ക് പിന്നിലെ സത്യം മൂടി വയ്ക്കുവാനുള്ളൊരു പുകമറ മാത്രമായിരുന്നു ഇത്. 1969 ഈ പ്രൊജക്റ്റ് അവസാനിപ്പിക്കുമ്പോൾ അവർ പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്: ഞങ്ങൾ 10,000-ലധികം കേസുകൾ പഠിച്ചു. അതിലൊന്നും അന്യഗ്രഹ ജീവികളുടെ തെളിവില്ല. എന്നാൽ ഒഹായോ കേസ് ഉൾപ്പെടെയുള്ള വളരെ വ്യക്തമായ തെളിവുകളുള്ള ഫയലുകൾ അവർ ഈ റിപ്പോർട്ടിൽ നിന്ന് രഹസ്യമായിട്ട് മാറ്റിവെച്ചു. അതെല്ലാം ക്ലാസിഫൈഡ് ഫയലുകളാക്കി സൂക്ഷിച്ചു വെച്ചു. സർക്കാർ ഇത്രയൊക്കെ മൂടി വയ്ക്കുവാനായിട്ട് ശ്രമിച്ചിട്ടും 1947 മുതൽ ഇന്നുവരെ ലോകത്തെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഈ നിഗൂഢ രൂപങ്ങളെ കാണുന്നുണ്ട്. മെൻ ഇൻ ബ്ലാക്കിനെ നേരിൽ കണ്ടവരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് അവരുടെ ഭീഷണികളോ അവർ വന്ന കറുത്ത കാറുകളോ അങ്ങനെ തുടങ്ങി ഒന്നുമല്ല, മറിച്ച് ഇവരുടെ ശരീരപ്രകൃതിയാണ്. പേപ്പർ പോലെ അമിതമായിട്ട് വിളറിയതോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലെയോ തോന്നിക്കുന്ന ചർമ്മം, സാധാരണ മനുഷ്യരെക്കാളും അല്പം കൂടി വലിയ കണ്ണുകൾ, മുഖത്ത് യാതൊരുവിധ പേശി ചലനങ്ങളും ഭാവഭേദങ്ങളും ഇല്ലാത്ത അവസ്ഥ. ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം, ഇവരോട് സംസാരിച്ചു കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം അവരുടെ മുഖമോ അതുപോലെ കൃത്യമായിട്ടുള്ള രൂപമോ ഓർത്തെടുക്കുവാനായിട്ട് സാക്ഷികൾക്ക് കഴിയില്ല. കണ്ണും മൂക്കും ഒക്കെ ഉണ്ടെന്ന് അറിയാമെങ്കിലും ആ മുഖം ഓർമ്മയിൽ നിന്നും പൂർണ്ണമായിട്ടും മാഞ്ഞു പോയതുപോലെ തോന്നും. ചില സാക്ഷികൾ പറഞ്ഞത് അവരുടെ കൈകളിൽ നഖങ്ങളില്ലായിരുന്നു എന്നാണ്. ചിലർ വിരലുകൾ നീളം കൂടിയതാണെന്ന് പറഞ്ഞു. മറ്റൊരു സാക്ഷി പറഞ്ഞത് അവർ സംസാരിക്കുമ്പോൾ ചുണ്ടുകൾ അനങ്ങുന്നില്ല എന്നാണ്. അവരുടെ ശബ്ദം എവിടെ നിന്നോ ടെലപ്പതിക് രീതിയിൽ വായുവിൽ കൂടി ഒഴുകി വരും പോലെയാണ് തോന്നിയത്. അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അവർ പറയുന്നത് എന്തും അനുസരിക്കുവാനായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു വശീകരണ ശക്തി അവർക്കുണ്ടായിരുന്നു. 4ാമത്തെ കഥ, ജാക്ക് റോബിൻസണും മെൻ ഇൻ ബ്ലാക്കും. UFO ചരിത്രത്തിലും മെൻ ഇൻ ബ്ലാക്ക് എൻകൗണ്ടർ കേസുകളിലും അതീവ പ്രാധാന്യമുള്ള ഒന്നാണ് 1968-ലുണ്ടായ ജാക്ക് റോബിൻസൺ ഇൻസിഡന്റ്. അതിന് കാരണം സാക്ഷികളുടെ വെറും മൊഴികൾക്കും അപ്പുറം ഇത്തരം നിഗൂഢ മനുഷ്യരുടെ ഫോട്ടോ ക്യാമറയിൽ എടുക്കുവാനായിട്ട് കഴിഞ്ഞ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു സംഭവമാണിത്. ആരായിരുന്നു ജാക്ക് റോബിൻസൺ? 1960-കളുടെ അവസാനത്തിൽ അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ ഒരു UFO ഗവേഷകനായിരുന്നു ജാക്ക് റോബിൻസൺ. അക്കാലത്ത് അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പറക്കും തളികളെക്കുറിച്ചും സാക്ഷികളെ വന്ന് ഭീഷണിപ്പെടുത്തുന്ന കറുത്ത കൂട്ടിട്ട മനുഷ്യരെക്കുറിച്ചും അദ്ദേഹം വളരെ ആഴത്തിൽ പഠനം നടത്തിയിരുന്നു. ഭരണകൂടം മൂടി വയ്ക്കുവാൻ ശ്രമിക്കുന്ന പല UFO ഫയലുകളും ചോർത്തിയെടുക്കുവാനായിട്ട് ശ്രമിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാര്യയായ മേരി റോബിൻസണും ഈ ഗവേഷണങ്ങളിൽ അദ്ദേഹത്തെ സഹായിച്ചിരുന്നു. 1968-ലാണ് തങ്ങളെ സ്ഥിരമായിട്ട് ആരോ നിരീക്ഷിക്കുന്നുണ്ടെന്ന ഭയാനകമായിട്ടുള്ള യാഥാർത്ഥ്യം ജാക്കും ഭാര്യയും തിരിച്ചറിയുന്നത്. തങ്ങളുടെ ഫയലുകൾ അട്ടിമറിക്കപ്പെടുന്നു. ഫ്ളാറ്റിൽ സൂക്ഷിച്ചിരുന്ന അതീവ രഹസ്യമായിട്ടുള്ള UFO കേസ് ഫയലുകളും ഓഡിയോ ടേപ്പുകളും വിചിത്രമായിട്ടുള്ള രീതിയിൽ സ്ഥാനം മാറിക്കിടക്കുന്നു. ചിലത് കാണാതാകുന്നു. അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും അവരുടെ വീട്ടിലുണ്ടായി. അവർ പുറത്തു പോയിട്ട് തിരികെ വരുമ്പോൾ ഫ്ളാറ്റിന്റെ വാതിൽ തനിയെ തുറന്നു കിടക്കുന്നതും സാധനങ്ങൾ വലിച്ചു വാരി നിലത്തെ ഇട്ടിരിക്കുന്നതും പതിവായിട്ട് കാണുവാൻ തുടങ്ങി. എന്നാൽ വീട്ടിലുണ്ടായിരുന്ന പണമോ സ്വർണമോ അതുപോലെ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളോ ഒന്നും തന്നെ മോഷ്ടിക്കപ്പെട്ടിരുന്നില്ല. അവർ ശേഖരിച്ച UFO തെളിവുകൾ മാത്രമാണ് ആരോ വന്ന് തിരയുന്നത്. വൈകാതെ അർദ്ധരാത്രികളിൽ അവരുടെ ലാൻഡ് ലൈൻ ഫോണിലേക്ക് നിരവധി കോളുകൾ വരുവാൻ തുടങ്ങി. ഫോൺ എടുത്താൽ മറുതലയ്ക്കിൽ നിന്നും മനുഷ്യൻ്റേതല്ലാത്ത ഒരു യന്ത്രത്തിൽ നിന്നും പുറപ്പെട്ടു വരും പോലെയുള്ള സ്റ്റാറ്റിക് ഹിസ്റ്റ് സൗണ്ട് മാത്രമാണ് കേട്ടത്. ഈ കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ജാക്ക് റോബിൻസൺ തന്റെ സുഹൃത്തും പ്രശസ്ത UFO എഴുത്തുകാരനുമായ തിമോത്തി ഗ്രീൻ ബെക്ലിയെ തന്റെ സഹായത്തിനു വേണ്ടി ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചു. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ബെക്ലി ജാക്കിന്റെ ഫ്ളാറ്റിലിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. ഈ സംഭാഷണത്തിനിടയിൽ ജനലിലൂടെ യാദൃശ്ചികമായിട്ട് റോഡിലേക്ക് നോക്കിയ ബെക്ലി അവിടെ വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു. ജാക്കിന്റെ ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന് തൊട്ടു മുന്നിലുള്ള റോഡിന്റെ എതിർവശത്ത് ഒരു അപ്പാർട്ട്മെന്റിന്റെ വാതിലിന് സമീപം ഒരു മനുഷ്യൻ നിൽപ്പുണ്ടായിരുന്നു. അയാളുടെ രൂപം തന്നെ വളരെയധികം സംശയം ജനിപ്പിക്കുന്ന ഒന്നായിരുന്നു. അയാൾ ഒരു കഷണ്ടി തലയനായിരുന്നു. കഠിനമായ ചൂടുള്ള കാലാവസ്ഥയായിരുന്നിട്ടും കട്ടിയുള്ള കറുത്ത ഓവർകോട്ടും സൺഗ്ലാസും ധരിച്ചിരുന്നു. അയാളുടെ കയ്യിൽ ഒരു വലിയ കറുത്ത ബ്രീഫ് കേസ് ഉണ്ടായിരുന്നു. ബെക്ലി ആ രൂപത്തെ നിരീക്ഷിക്കുവാൻ തുടങ്ങി. അങ്ങനെ മിനിറ്റുകൾ കടന്നുപോയി. മിനിറ്റുകൾ മണിക്കൂറുകളായി. കൃത്യം 2 മണിക്കൂറോളം ആ മനുഷ്യൻ അങ്ങനെ തന്നെ അവിടെ തന്നെ നിന്നു. ആ 2 മണിക്കൂറിൽ അയാൾ തന്റെ ശരീരം ഒന്ന് അനക്കിയത് പോലുമില്ല. സാധാരണയായിട്ട് ഒരു മനുഷ്യൻ കുറേ നേരം നിൽക്കുമ്പോൾ ഒരു കാലിൽ നിന്നും മറ്റേ കാലിലേക്ക് ഭാരം മാറ്റുകയോ അല്ലെങ്കിൽ കൈകൾ ചലിപ്പിക്കുകയോ അതുമല്ലെങ്കിൽ ചുറ്റുപാടും നോക്കുകയോ അങ്ങനെ തുടങ്ങി പലതും ചെയ്യും. എന്നാൽ ഈ രൂപം ഒരു പ്രതിമയെ പോലെ പൂർണ്ണ നിശ്ചലമായിട്ട് നിൽക്കുകയായിരുന്നു. റോഡിലൂടെ ഒട്ടനവധി ആളുകൾ അയാളെ കടന്നുപോയെങ്കിലും അയാൾ അവരെ ആരെയും നോക്കുകയോ അവരെ ആരെയും വകവയ്ക്കുകയോ ചെയ്തില്ല. അയാളുടെ കണ്ണുകൾ ജാക്കിന്റെ ഫ്ളാറ്റിലെ ജനലിലേക്ക് വളരെ കൃത്യമായിട്ട് ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതൊരു സാധാരണ മനുഷ്യനല്ലെന്ന് ഉറപ്പിച്ച തിമോത്തി ഗ്രീൻ ബെഗ്ലി തന്റെ കൈവശമുണ്ടായിരുന്ന ക്യാമറ വളരെ രഹസ്യമായിട്ട് ജനലിന്റെ മറവിൽ വെച്ച് സെറ്റ് ചെയ്തു.
അയാൾ ആ കറുത്ത രൂപത്തിന് നേരെ ക്യാമറ ഫോക്കസ് ചെയ്യുകയും ഒരു ഫോട്ടോ പകർത്തുകയും ചെയ്തു. വിചിത്രമെന്ന് പറയട്ടെ, ക്യാമറയുടെ ലെൻസ് തന്റെ നേരെ നീണ്ട ആ നിമിഷം വളരെ ദൂരെ നിന്ന ആ രൂപം അത് മനസ്സിലാക്കിയതുപോലെ തന്റെ മുഖം നേരിയ രീതിയിൽ ഒരു വശത്തേക്ക് തിരിച്ചു. ക്യാമറയുടെ ക്ലിപ്പ് ശബ്ദം കേട്ടതുപോലെയായിരുന്നു അയാളുടെ പ്രതികരണം. തൊട്ടടുത്ത നിമിഷം അയാൾ അവിടെ നിന്നും നടന്നു മാറുകയും റോഡിന്റെ ഒരു തിരിവിൽ വെച്ച വായുവിൽ എന്ന പോലെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. പിന്നീട് ബെക്ലി ആ ഫോട്ടോ ലാബിൽ കൊടുത്തു, ഡെവലപ്പ് ചെയ്തു. UFO ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തെളിവായിട്ട് ആ ചിത്രം മാറി. ആ ഫോട്ടോയിൽ കറുത്ത സ്യൂട്ടും ഓവർകോട്ടും ധരിച്ച് കറുത്ത കണ്ണട വെച്ച് കയ്യിലൊരു പെട്ടിയുമായിട്ട് പ്രകൃതി വിരുദ്ധമായ നിശ്ചലതയോടെ നിൽക്കുന്ന മെൻ ഇൻ ബ്ലാക്കിന്റെ രൂപം വളരെ വ്യക്തമായിട്ടും പതിഞ്ഞിരുന്നു. ജാക്ക് റോബിൻസൺ കേസ് തെളിയിച്ചത് മെൻ ഇൻ ബ്ലാക്ക് എന്നത് വെറും ഒരു സാങ്കല്പിക കഥയല്ല, മറിച്ച് അതൊരു സത്യമാണ്. UFO ഗവേഷകരെയും സാക്ഷികളെയും നിരീക്ഷിക്കുവാനായിട്ട് ഗവൺമെന്റോ അല്ലെങ്കിൽ മനുഷ്യരല്ലാത്ത ശക്തികളോ എന്തോ ചില സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബെക്ലി തന്നെ ഒളിച്ചു നിന്ന് ഫോട്ടോ എടുക്കുവാനായിട്ട് പോകുന്നു എന്ന കാര്യം ആ രൂപം മുൻകൂട്ടി അറിഞ്ഞു എന്നത് അവർക്ക് അമാനുഷികമായിട്ടുള്ള കഴിവുകൾ, സിക്സ് സെൻസ്, അതുമല്ലെങ്കിൽ ടെലപ്പതി തുടങ്ങിയ കഴിവുകൾ ഉണ്ട് എന്നതിന്റെ തെളിവാണ്. ഈ സംഭവത്തിന് ശേഷം ഭയന്നുപോയ ജാക്ക് റോബിൻസൺ തന്റെ UFO ഗവേഷണങ്ങൾ പൂർണ്ണമായിട്ട് നിർത്തുകയും തന്റെ കൈവശം ഉണ്ടായിരുന്ന രേഖകൾ പലതും സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. തിമോത്തി ഗ്രീൻ ബെക്ലി എടുത്ത ആ ചിത്രം ഇന്നും UFO ഡോക്യുമെന്ററികളിൽ ഏറ്റവും വലിയ ഫിസിക്കൽ എവിഡൻസുകളിൽ ഒന്നാണ്. തിമോത്തി ഗ്രീൻ ബെക്ലി ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഈ ഫോട്ടോ ലാബിൽ നൽകി അത് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ആ ഫിലിമിൽ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഫോട്ടോയിൽ ആ കറുത്ത രൂപം നിന്ന ഭാഗത്തിന് ചുറ്റുമുള്ള വായു നേരിയ രീതിയിൽ വക്രീകരിക്കപ്പെട്ടതുപോലെ കാണപ്പെട്ടു. കടുത്ത ചൂടിൽ റോഡിൽ നിന്നും ആവി ഉയരുമ്പോൾ കാഴ്ച മങ്ങും പോലെയായിരുന്നു അത്. അന്ന് അത്രയധികം കഠിനമായ ചൂടുള്ള ദിവസമായിരുന്നില്ല. പിന്നെ എങ്ങനെ ഈ പ്രതിഭാസം ഉണ്ടാകും? പിൽക്കാലത്ത് ഫോട്ടോഗ്രാഫി വിദഗ്ധർ ഈ ചിത്രം പരിശോധിച്ചപ്പോൾ ആ രൂപത്തിന് ചുറ്റുമായിട്ട് അതിശക്തമായ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരുന്നുവെന്നും അതാണ് ഫിലിമിന്റെ ആ ഭാഗത്ത് മാത്രം അങ്ങനെ കാണപ്പെട്ടത് എന്നും അവർ വിലയിരുത്തി. ജാക്ക് റോബിൻസന്റെ ഭാര്യയായ മേരി റോബിൻസൺ ഈ ഫോട്ടോ എടുക്കുന്നതിനും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നേരിട്ട ഒരു അനുഭവം ജാക്ക് തന്റെ ഡയറിയിൽ കുറിച്ചിട്ടിരുന്നു. അത് ഇങ്ങനെയാണ്: ഒരു ദിവസം മേരി തന്റെ ഫ്ളാറ്റിന് താഴെയുള്ള ലോണ്ടറി മുറിയിൽ അലക്കുവാനായിട്ട് പോയതായിരുന്നു. അവിടെ വെച്ച് കറുത്ത വസ്ത്രം ധരിച്ച അസാധാരണമായ വിധം നീളമുള്ള വിരലുകളുള്ള ഒരു മനുഷ്യൻ അവരുടെ അരികിലേക്ക് നടന്നു വന്നു. അയാൾ വളരെ പരുക്കൻ ശബ്ദത്തിൽ മേരിയോട് ഇങ്ങനെ പറഞ്ഞു: നിന്റെ ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ അത്ര നല്ലതല്ല. അയാൾ വളരെ അപകടകരമായിട്ടുള്ളൊരു വഴിയിലൂടെയാണ് പോകുന്നത്. ഉടൻ തന്നെ അവനിത് നിർത്തിയില്ലെങ്കിൽ നിനക്ക് നിന്റെ ഭർത്താവിനെ നഷ്ടപ്പെടും. പേടിച്ചു പോയ മേരി തിരികെ ഫ്ളാറ്റിലേക്ക് ഓടി. എന്നിട്ട് ജാക്കിനോട് ഈ വിവരം പറഞ്ഞു. അവർ താഴേക്ക് വന്ന് നോക്കിയപ്പോഴേക്കും ആ മനുഷ്യൻ അവിടെ നിന്നും അപ്രത്യക്ഷമായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഫ്ളാറ്റിന് എതിർവശത്തായിട്ട് ആ രൂപം കാണപ്പെട്ടത്. ഫോട്ടോയിൽ ആ രൂപത്തിന്റെ കയ്യിൽ ഒരു വലിയ കറുത്ത ബ്രീഫ് കേസ് ഉള്ളതായിട്ട് കാണാം. UFO ഗവേഷകർ വിശ്വസിച്ചത് ഇത് വെറും ഒരു സാധാരണ പെട്ടിയല്ല, മറ്റുള്ളവരുടെ ചിന്തകൾ ചോർത്തുവാനും അവരെ മാനസികമായിട്ട് തളർത്തുവാനും സഹായിക്കുന്ന എന്തോ ഒരു ഏലിയൻ ഒബ്ജക്റ്റ് ആയിരുന്നു അത്. ആ രൂപം 2 മണിക്കൂറോളം ജാക്കിന്റെ ഫ്ളാറ്റിലേക്ക് നോക്കി അനങ്ങാതെ നിന്നപ്പോൾ ഈ ഉപകരണം ഉപയോഗിച്ച് ജാക്കിന്റെ ലാബിലെ ഫയലുകളോ അല്ലെങ്കിൽ അവരുടെ ചിന്തകളോ അവർ രഹസ്യമായിട്ട് നിരീക്ഷിക്കുകയായിരുന്നു. അങ്ങനെയാണ് UFO വാദികൾ പറയുന്നത്. തിമോത്തി ഗ്രീൻ ബെക്ലി ഈ ഫോട്ടോ തന്റെ മാഗസിനിലൂടെയും പുസ്തകങ്ങളിലൂടെയും പുറത്തുവിട്ടതോടെ കേസ് വലിയ വിവാദമായി. തൊട്ടടുത്ത ആഴ്ചകളിൽ ജാക്ക് റോബിൻസന്റെ ഫ്ളാറ്റിലേക്ക് ഗവൺമെന്റ് ഏജന്റുകൾ എന്ന് അവകാശപ്പെട്ട് ചിലർ പരിശോധനയ്ക്ക് വേണ്ടി എത്തി. അവർ ജാക്കിന്റെ പക്കലുണ്ടായിരുന്ന പല നിർണായക UFO തെളിവുകളും അതുപോലെ മറ്റു പല കാര്യങ്ങളും രാജ്യസുരക്ഷയുടെ പേരും പറഞ്ഞ് ബലമായിട്ട് പിടിച്ചെടുത്തു. ഒരു സാധാരണ പൗരനെ നിരീക്ഷിക്കുവാൻ എന്തിനാണ് ഭരണകൂടം ഇത്രയധികം സമയം കളയുന്നത് എന്ന ചോദ്യത്തിന് മറുപടി നൽകുവാനായിട്ട് അന്നും ഇന്നും അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. ജാക്ക് റോബിൻസൺ കേസ് ഇന്നും UFO ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. കാരണം മെൻ ഇൻ ബ്ലാക്ക് എന്നത് മനുഷ്യരുടെ ഭാവനയല്ലെന്നും അവരെ ക്യാമറയിൽ പകർത്തുവാനായിട്ട് കഴിയുമെന്നും ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഈ സംഭവമാണ്. തങ്ങളെ നിരീക്ഷിക്കുന്ന ആ വലിയ ശക്തികൾക്ക് മുൻപിൽ തോറ്റുപോയ ജാക്ക് റോബിൻസൺ പിൽക്കാലത്ത് തന്റെ എല്ലാ ഗവേഷണങ്ങളും അവസാനിപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുവാനായിട്ട് നിർബന്ധിതനായി. 5ാമത്തെ കഥ ഡോക്ടർ ഹെർബർട്ട് ഹോപ്കിൻസും മെൻ ഇൻ ബ്ലാക്കും. UFO കഥകളിലും അതുമായിട്ട് ബന്ധപ്പെട്ട പാരാനോർമൽ ഫിനോമിന കേസുകളിലും വെച്ച് ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും ഇന്നും UFO ഇൻവെസ്റ്റിഗേറ്റർമാരെ ഭീതിയുടെ ഉച്ചകോടിയിൽ എത്തിക്കുന്നതുമായ ഒരു സംഭവമാണ് 1976 ഡോക്ടർ ഹെർബർട്ട് ഹോപ്കിൻസ് എൻകൗണ്ടർ. മറ്റ് കേസുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ഇരയായത് ഒരു സാധാരണക്കാരനല്ല, മറിച്ച് മെഡിക്കൽ രംഗത്ത് പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടറും കൺസൾട്ടന്റും അതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹിപ്നോട്ടിസ്റ്റുമായിരുന്നു. 1976 സെപ്റ്റംബർ മാസം അമേരിക്കയിലെ മെയിൻ പ്രവിശ്യയിലെ ഓർലൻഡ് എന്ന സ്ഥലത്താണ് ഡോക്ടർ ഹെർബർട്ട് ഹോപ്കിൻസ് താമസിച്ചിരുന്നത്. അദ്ദേഹം യുക്തിവാദിയായ ഒരു ഫിസിഷ്യനായിരുന്നു. അക്കാലത്ത് ഏറെ പ്രശസ്തമായ മെയിൻ തീരത്ത് വെച്ചുണ്ടായ ഒരു UFO എൻകൗണ്ടർ കേസിനെ കുറിച്ച് അദ്ദേഹം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആ കേസിലെ പ്രധാന സാക്ഷിയെ ഹിപ്നോട്ടിസം ചെയ്ത് അവരുടെ ഉപബോധ മനസ്സിൽ മറഞ്ഞിരിക്കുന്ന അന്യഗ്രഹ ജീവികളുടെ ഓർമ്മകൾ പുറത്തെടുക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു. 1976 സെപ്റ്റംബർ 11 രാത്രി സമയം
ഡോക്ടറുടെ ഭാര്യയും മക്കളും പുറത്തു പോയിരിക്കുന്നു. അദ്ദേഹം വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. സമയം ഏകദേശം രാത്രി 8 മണിയായിട്ടുണ്ട്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ലാൻഡ് ലൈൻ റിംഗ് ചെയ്തു. ഫോൺ എടുത്ത് അദ്ദേഹത്തോട് മറുതലയ്ക്കിൽ നിന്നും ഒരു പുരുഷൻ സംസാരിച്ചു. താൻ ന്യൂജേഴ്സിയിലുള്ള ഒരു പ്രമുഖ UFO ഗവേഷണ സംഘടനയുടെ പ്രതിനിധിയാണെന്നും ഡോക്ടർ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിനെക്കുറിച്ച് ചില പ്രധാന വിവരങ്ങൾ ചർച്ച ചെയ്യുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഇൻഫർമേഷൻ കൈമാറുവാനും തനിക്ക് താല്പര്യമുണ്ടെന്നും അയാൾ പറഞ്ഞു. ഡോക്ടർ അയാളോട് തൻ്റെ വീട്ടിലേക്ക് വരുവാനായിട്ട് ആവശ്യപ്പെട്ടു. സംഭാഷണം അവസാനിപ്പിച്ച് ഡോക്ടർ ഫോൺ താഴെ വെച്ചു. ഫോൺ വെച്ച് കൃത്യം 2 സെക്കൻഡുകൾ മാത്രമാണ് കഴിഞ്ഞത്. പെട്ടെന്ന് കോളിംഗ് ബെൽ അടിച്ചു. ഡോക്ടർ വരാന്തയിലെ ലൈറ്റിട്ട് മുൻവാതിൽ തുറന്നു. അവിടെ കറുത്ത കോട്ടും സ്യൂട്ടും ധരിച്ചൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുവാനായിട്ട് ഒരു വഴി മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അവിടെയൊന്നും ഒരു കാറോ വാഹനമോ പാർക്ക് ചെയ്തിരുന്നില്ല. ആ മനുഷ്യൻ എവിടെ നിന്നും വന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. തന്നെ ഫോൺ വിളിച്ച വ്യക്തിയാണ് ഇയാളെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. പക്ഷേ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ അയാൾ എങ്ങനെ ഇവിടെ എത്തി അതുമാത്രം മനസ്സിലായില്ല. അയാളെ വീടിൻ്റെ ഉള്ളിലേക്ക് ക്ഷണിച്ച ഡോക്ടർ ലിവിംഗ് റൂമിലെ വെളിച്ചത്തിൽ ആ മുഖം കണ്ട് ഞെട്ടിപ്പോയി. അയാളുടെ തലയിൽ ഒരു മുടി പോലും ഇല്ലായിരുന്നു. അതിലും വിചിത്രമായിട്ട് തോന്നിയത് അയാളുടെ മുഖത്ത് പുരികങ്ങളോ എന്തിനേറെ കൺപീലികളോ ഇല്ലായിരുന്നു. അയാളുടെ ചർമ്മം വിളറിയ വെളുത്ത പേപ്പർ പോലെ കാണപ്പെട്ടു. ചർമ്മത്തിൽ യാതൊരുവിധ ചുളിവുകളോ രക്തയോട്ടത്തിൻ്റെ ലക്ഷണങ്ങളോ ഇല്ലായിരുന്നു. അയാളുടെ ചുണ്ടുകൾ അസാധാരണമായ വിധത്തിൽ ചുവന്നതായിരുന്നു. സൂക്ഷിച്ചു നോക്കിയ ഡോക്ടർക്ക് മനസ്സിലായി അത് യഥാർത്ഥ ചുണ്ടുകളല്ല, മറിച്ച് തൻ്റെ വായുടെ വൈരൂപ്യം ഒളിപ്പിക്കുവാൻ വേണ്ടി കട്ടിയുള്ള വാക്സോ അല്ലെങ്കിൽ ചുവന്ന ലിപ്സ്റ്റിക്കോ തേച്ച് പിടിപ്പിച്ചതാണ്. അയാളുടെ സംസാരം വളരെ റോബോട്ടിക് ആയിരുന്നു. ഒരേ തരത്തിൽ യാതൊരു വികാരവുമില്ലാതെ ഒരു മെഷീൻ സംസാരിക്കും പോലെയായിരുന്നു അത്. ലിവിംഗ് റൂമിലെ കസേരയിലിരുന്ന ആ മനുഷ്യൻ ഡോക്ടറോട് ഇപ്പോൾ അദ്ദേഹം അന്വേഷിക്കുന്ന UFO കേസിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി. സംഭാഷണത്തിനിടയിൽ അയാൾ തൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും തിളങ്ങുന്ന ഒരു പുതിയ നാണയം പുറത്തെടുത്തു. അയാൾ ആ നാണയം ഡോക്ടറുടെ മുൻപിൽ വായുവിൽ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. ഡോക്ടർ നോക്കി നിൽക്കവേ ഭയാനകമായിട്ടുള്ളൊരു പ്രതിഭാസം സംഭവിച്ചു. ആ നാണയത്തിൻ്റെ തിളക്കം പെട്ടെന്ന് കുറയുവാൻ തുടങ്ങി. ആദ്യം അത് നേരിയ രീതിയിൽ നീല നിറമായി. പിന്നെ അതൊരു പുക പോലെ വായുവിൽ അലിഞ്ഞു. പിന്നെ പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായി. അത് കൈക്കുള്ളിൽ ഒളിപ്പിച്ചതോ അതുപോലെ താഴെ ഇട്ടതോ അല്ലായിരുന്നു, മറിച്ച് അത് ഭൗതികമായിട്ട് ഇല്ലാതായിട്ട് മാറുകയായിരുന്നു. അതിനുശേഷം ആ രൂപം ഡോക്ടറോട് പറഞ്ഞു, ഇനി ഈ പ്രപഞ്ചത്തിൽ എവിടെയും ആ നാണയം നിലനിൽക്കുന്നില്ല. അത് കണ്ടെത്തുവാനായിട്ട് ആർക്കും കഴിയില്ല. ഇതുപോലെ നിന്റെ കൈവശമുള്ള UFO കേസിൻ്റെ എല്ലാ ഓഡിയോ ടേപ്പുകളും കുറിപ്പുകളും നീ നശിപ്പിക്കണം. ഇല്ലെങ്കിൽ നിന്റെ അവസ്ഥയും ഇതുതന്നെയാവും. ആ സംഭാഷണം അവസാനിക്കാറായപ്പോൾ ആ മനുഷ്യൻ്റെ നീക്കങ്ങൾ മന്ദഗതിയിലായി. അയാളുടെ വാക്കുകൾക്കിടയിലെ ഇടവേളകൾ കൂടിക്കൂടി വന്നു. ഒരു ബാറ്ററി ചാർജ് തീരുന്ന ഒരു യന്ത്രപ്പാവയാണ് അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത്. അയാൾ വളരെ പ്രയാസപ്പെട്ട് കസേരയിൽ നിന്നും എഴുന്നേറ്റു. പിന്നെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, എൻ്റെ ഊർജം തീരാറായി, ഞാനിപ്പോൾ പോകണം. അയാൾ വളരെ പതുക്കെ മുൻവാതിലിലേക്ക് നടന്നു. വരാന്തയിൽ ഇറങ്ങിയ ശേഷം നേരെ ഇരുട്ടിലേക്ക് നടന്നു. വരാന്തയിലെ പ്രകാശവലയം കഴിഞ്ഞ ഉടനെ ഒരു നിഴൽ മായും പോലെ അയാൾ വായുവിൽ അപ്രത്യക്ഷമായി. ആ രൂപം പോയ ഉടനെ കടുത്ത ഭീതിയിലായ ഡോക്ടർ ഹോപ്കിൻസ് അധികം വൈകാതെ താൻ വർഷങ്ങളായിട്ട് ശേഖരിച്ച UFO കേസുകളുടെ എല്ലാ ടേപ്പുകളും രേഖകളും സ്വന്തം കൈകൊണ്ട് കത്തിച്ചു കളഞ്ഞു. ആ ഭീഷണിക്ക് മുൻപിൽ വഴങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. ഈ സംഭവത്തിന് ശേഷം ഡോക്ടറുടെ മകനായ ജോൺ ഹോപ്കിൻസിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും സമാനമായിട്ടുള്ള ഭീഷണി ഉണ്ടായി. കറുത്ത കാറുകളുടെയും മെൻ ഇൻ ബ്ലാക്കിൻ്റെയും ഭീഷണി അവർക്ക് നേരിടേണ്ടി വന്നു. 1976 സെപ്റ്റംബർ 13 രാത്രി സമയം ജോണും ഭാര്യ മൗറീനും തങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോൾ ലാൻഡ് ലൈൻ ശബ്ദിച്ചു. ഫോൺ എടുത്ത ജോണിനോട് മറുതലയ്ക്കിൽ നിന്നും അപരിചിതനായിട്ടുള്ളൊരു മനുഷ്യൻ സംസാരിച്ചു. അയാൾ ജോണിനോടും ഭാര്യയോടും ആവശ്യപ്പെട്ടത് ഒരു കാര്യമായിരുന്നു, തനിക്ക് അവരെ നേരിട്ട് കാണണം. അതിനുവേണ്ടി അവർ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഉടൻ തന്നെ ഇറങ്ങി വരണമെന്നും അയാൾ പറഞ്ഞു. എന്നാൽ ആ സമയത്ത് പുറത്തു പോകുവാനായിട്ട് താല്പര്യമില്ലാതിരുന്ന ജോൺ ആ ക്ഷണം നിരസിച്ചു. ഫോൺ വെച്ച ഏതാനും മിനിറ്റുകൾക്കകം ജോണിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വാതിലിൽ ആരോ അതിശക്തമായിട്ട് മുട്ടുവാൻ തുടങ്ങി. ജോൺ വാതിൽ തുറന്നപ്പോൾ അവിടെ ഒരു സ്ത്രീയും പുരുഷനും നിൽപ്പുണ്ടായിരുന്നു. അവർ യാതൊരു അനുവാദവും ചോദിക്കാതെ ജോണിനെയും ഭാര്യയും തള്ളി മാറ്റി വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. അവരുടെ രൂപം കണ്ട ജോണും മൗറീനും ഭയന്നുപോയി. കാരണം ഡോക്ടർ ഹോപ്കിൻസിനെ സന്ദർശിച്ച രൂപത്തിൻ്റെ അതേ ശാരീരിക സവിശേഷതകളായിരുന്നു ഇവർക്കും ഉണ്ടായിരുന്നത്. പുരുഷൻ കറുത്ത സ്യൂട്ടും ഓവർകോട്ടും ധരിച്ചിരുന്നു. സ്ത്രീയും കറുത്ത വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. രണ്ടുപേരുടെയും ചർമ്മം വിളറി വെളുത്ത പ്ലാസ്റ്റിക് പോലെ കാണപ്പെട്ടു. രണ്ടുപേരുടെയും മുഖത്ത് പുരികങ്ങളോ അതുപോലെ കൺപീലികളോ ഇല്ലായിരുന്നു. അവർ നടക്കുമ്പോൾ കാലുകൾ മടങ്ങാത്തതുപോലെ വളരെ പ്രയാസപ്പെട്ടാണ് നീങ്ങിയത്. കസേരയിലിരുന്ന് അവർ പരസ്പരം നോക്കുകയോ അതുപോലെ സംസാരിക്കുകയോ ചെയ്തില്ല. പെട്ടെന്ന് അവർ ജോണിൻ്റെ ഭാര്യയായ മൗറീനെ തുറച്ചു നോക്കുവാൻ തുടങ്ങി. പിന്നെ ഒരു സാധാരണ മനുഷ്യൻ ഒരിക്കലും ചോദിക്കാത്ത ചില ചോദ്യങ്ങൾ അയാൾ മൗറീനോട് ചോദിച്ചു. നീ എങ്ങനെയാണ് ഒരു പുരുഷനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്? കുട്ടികൾ ഉണ്ടാകുന്നതിൻ്റെ ശാസ്ത്രീയ പ്രക്രിയ എന്താണ്?
ഒരു ഡോക്ടറുടെ മകന്റെ ഭാര്യ എന്ന നിലയിലാണോ അതോ മനുഷ്യരുടെ വംശവർദ്ധനവിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയാണോ അവർ ഈ ചോദ്യം ചോദിച്ചതെന്ന് മൗറീന് മനസ്സിലായില്ല. പക്ഷേ ഒരു കാര്യം മാത്രം മനസ്സിലായി, മനുഷ്യരാരും ചോദിക്കാത്ത ഒരു ചോദ്യമാണിത്. അത് കേട്ട് മൗറീൻ കടുത്ത ഭീതിയിലാവുകയും മറുപടി പറയുവാനായിട്ട് വിസമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ആ സ്ത്രീയും പുരുഷനും വിചിത്രമായിട്ടുള്ള രീതിയിൽ അവരെ നോക്കി പിന്നെ ഹിപ്നോട്ടൈസ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. ജോൺ പിന്നീട് വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്: അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതായിട്ടും തല കറങ്ങുന്നത് പോലെയും തോന്നി. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അവർ രണ്ടുപേരും കസേരകളിൽ നിന്നും എഴുന്നേറ്റു. പിന്നെ വന്നതുപോലെ തന്നെ ഒരു വാക്കും പറയാതെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. ജോൺ തൊട്ടടുത്ത നിമിഷം വരാന്തയിലേക്ക് ഓടിയിറങ്ങി നോക്കിയെങ്കിലും നീളമുള്ള ഇടനാഴിയിൽ എവിടെയും അവരെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അവർ വായുവിൽ അലിഞ്ഞു പോയതുപോലെയാണ് അയാൾക്ക് തോന്നിയത്. ഈ എൻകൗണ്ടർ നടക്കുമ്പോൾ ഡോക്ടർ ഹെർബർട്ട് ഹോപ്കിൻസ് തനിക്കുണ്ടായ അനുഭവം മകനോടോ അതുപോലെ മരുമകളോടോ പറഞ്ഞിരുന്നില്ല. അവരെ ഭയപ്പെടുത്തേണ്ട എന്ന് കരുതി അദ്ദേഹം അത് രഹസ്യമായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. തന്നെ സന്ദർശിച്ച അതേ രൂപത്തിലുള്ള ആളുകൾ തൻ്റെ മകന്റെ വീട്ടിലും വന്നുവെന്നറിഞ്ഞപ്പോഴാണ് ഡോക്ടർ ഹോപ്കിൻസിന്റെ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായത്. അതിനുശേഷമാണ് ഡോക്ടർ തൻ്റെ കൈവശമുള്ള UFO കേസിലെ എല്ലാ തെളിവുകളും എന്നേക്കുമായിട്ട് നശിപ്പിച്ചു കളഞ്ഞത്. ഈ കേസ് തെളിയിക്കുന്നത് മെൻ ഇൻ ബ്ലാക്ക് മനുഷ്യരോ അതുപോലെ സർക്കാർ ഏജന്റുകളോ ഒന്നുമല്ല. ഒരു നാണയത്തെ സെക്കൻഡുകൾ കൊണ്ട് വായുവിൽ ഇല്ലാതാക്കുവാനും 2 സെക്കൻഡിന്റെ ഉള്ളിൽ വാതിലിൽ പ്രത്യക്ഷപ്പെടുവാനുമുള്ള അവരുടെ കഴിവ് തെളിയിക്കുന്നത് അവർ ഭൗതിക ശാസ്ത്ര നിയമങ്ങൾക്ക് അതീതമായിട്ടുള്ള അന്യഗ്രഹ ഹ്യൂമനോയിഡുകളോ അല്ലെങ്കിൽ ബയോമെക്കാനിക്കൽ മെഷീനുകളോ ആയിരിക്കാമെന്നാണ്. ഈ സംഭവത്തിനു ശേഷം ഡോക്ടർ ഹോപ്കിൻസ് തൻ്റെ ജീവിതകാലം മുഴുവനും UFO ഗവേഷണങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടുനിന്നു. UFO ഹിസ്റ്ററിയിൽ ഇന്നും ഏറ്റവും വിശ്വസനീയവും അതുപോലെ ഭയപ്പെടുത്തുന്നതുമായ കഥയാണ് ഹോപ്കിൻസ് എൻകൗണ്ടർ. മെൻ ഇൻ ബ്ലാക്കിൻ്റെ 5 കഥകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ തുടർച്ചയാണ് അടുത്ത വീഡിയോ. അതും മറക്കാതെ കാണുക. അതുപോലെ മുൻപത്തെ എപ്പിസോഡുകൾ കാണാത്തവർ അതും കാണുക. കാരണം കൺക്ലൂഷൻ പറയുമ്പോൾ എല്ലാ കഥയും അറിഞ്ഞെങ്കിൽ മാത്രമാണ് മനസ്സിലാവൂ.